ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുഷീസ് ഹെൽത്തി കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എല്ലാ മല്ലൂസിൻ്റെയും ഫേവറേറ്റായ നമ്മൾക്കെല്ലാവർക്കും എപ്പോഴും ആവശ്യമുള്ള ഒരു റെസിപ്പിയാണ് ചമ്മന്തിപ്പൊടി. ചമ്മന്തിപ്പൊടി ഇഷ്ടമില്ലാത്ത ഒരു മല്ലൂസും ഉണ്ടായിരിക്കില്ല. നമ്മൾക്കതിൻ്റെ ആവശ്യങ്ങൾ ഏറെയാണ്. ചോറ് പൊതി കെട്ടാനായിട്ടും സ്കൂളിൽ ടിഫിൻ കൊടുക്കാനായിട്ടും കൊടുത്തുവിടാനായിട്ടും ട്രെയിനിലൊക്കെ നമ്മളൊരു സഫർ ചെയ്യുക, ഒരു യാത്ര പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഔട്ട് ഓഫ് ഇന്ത്യ, ഔട്ട് ഓഫ് സ്റ്റേഷൻ എവിടെ കൊടുത്തു വിടണമെങ്കിലും ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പാക്ക് ചെയ്ത് കൊടുത്തു വിടണമെങ്കിലും നമ്മൾക്ക് അധികം കറികളൊന്നുമില്ല, നമ്മൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ സമയമില്ല, കറികൾ ഉണ്ടാക്കാൻ സമയമില്ല. വർക്കിംഗ് പേഴ്സൺസിനൊക്കെ കുറച്ച് ചോറ് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഈ ഒരു സ്പൂൺ ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കര ചോറുണ്ണാൻ കഴിയും. അപ്പോൾ ചമ്മന്തിപ്പൊടിയുടെ ഉപയോഗം ഒരുപാടാണ്, നമ്മൾക്ക് എപ്പോഴും ആവശ്യമുള്ള ഒന്നാണ്. ഞാൻ ഇത്രയും കാലമായിട്ട് നമ്മളുടെ ഫേവറേറ്റ് ചമ്മന്തിപ്പൊടി പോസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുകയായിരുന്നുകൊണ്ട് അങ്ങ് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും എന്നറിയാം. ഈ റെസിപ്പി എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. നിങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കാണാനും ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻസും വ്യൂസുമാണ് ആവശ്യം. അപ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന എല്ലാവരുടെയും ഫേവറേറ്റായ നമ്മളുടെ ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അറിയാൻ വയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സ്പെഷ്യലി അവർക്ക് വേണ്ടി, കുക്കിംഗ് ഒക്കെ ലേൺ ചെയ്യുന്നവരുണ്ടെങ്കിൽ സ്പെഷ്യലി അവർക്ക് വേണ്ടി ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഒരു 3 തേങ്ങ ഞാനിപ്പം തിരുമ്മി എടുത്തിട്ടുണ്ട്. അപ്പം തേങ്ങയുടെ അളവനുസരിച്ച് നമുക്ക് ചീനിച്ചട്ടിയോ വറക്കാനായിട്ട് ഉരുളിയോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 3 തേങ്ങ കംപ്ലീറ്റ്ലി എടുത്തിട്ടുണ്ട്. അപ്പം ഉരുളി നല്ല ചൂടായി കിടക്കുകയാണ്. ഈ തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, പാത്രം ഉരുളിയാണേലും ചീനിച്ചട്ടി ആണേലും ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് നമ്മൾ വറക്കാനായിട്ട്. കൂടുതൽ വറുത്ത് പോവുകയോ കുറച്ച് വറുത്ത് പോവുകയോ അങ്ങനെയൊന്നും ആവരുത്. ഇത് ഈവനായിട്ട് വറുത്തെടുക്കണം. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യണം. നമ്മൾ ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മുളകാണ്. ഞാനിവിടെ എരിവുള്ള ഒരു 10-25 മുളകാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എരിവ് ഒരുപാട് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി മുളക് എടുത്താൽ മതി. എരിവ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത്രയും മുളകൊക്കെ ആഡ് ചെയ്യാം. ഒരു 3 തേങ്ങയ്ക്ക് ഞാനൊരു 25 മുളക് എരിവുള്ളത് യൂസ് ചെയ്തിട്ടുണ്ട്. കശ്മീരി ചില്ലി വേണേലും ആഡ് ചെയ്യാം. നിങ്ങൾ പൗഡറാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ തേങ്ങ നമ്മൾ തീയലിനൊക്കെ വറക്കുന്നത് പോലെ വറുത്ത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മതി മുളകും ഒക്കെ ആഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ മുളക് പൊടിയല്ലല്ലോ ആഡ് ചെയ്യുന്നത്, അപ്പം മുളകായതുകൊണ്ട് കൂടെ തന്നെ ഇട്ടു. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ടത്, ഞാൻ ഉള്ളി അധികം ചേർക്കുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാക്ക് ചെയ്ത് കൊടുത്തു വിടാനാണ്, കുറേ കാലം സൂക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ ഉള്ളി ഒട്ടും ചേർക്കാതെ ഉണ്ടാക്കുക എന്നതാണ് എൻ്റെ ഒരു അഡ്വൈസ്. ഉള്ളി ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ ഉള്ളി വറുത്ത് ചേർത്തിട്ടും ഉണ്ടാക്കും ചിലർ, ഉള്ളി വറുത്ത് പൊടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. എങ്കിലും ഇത് കനച്ചു പോകാതിരിക്കാനും കുറേ കാലം നമുക്ക് സൂക്ഷിച്ചു വെക്കാനും ആണെന്നുണ്ടെങ്കിൽ ഉള്ളി ചേർക്കാതെ ഉണ്ടാക്കുകയാണ് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് 3-4 പീസ് ഉള്ളിയെ ചേർത്തുള്ളൂ, അതിൽ കൂടുതൽ ചേർക്കുന്നില്ല. ഒരു 4-5 പീസ് ഉള്ളി ചേർത്തു. 3 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. 10-15 പീസ് നമ്മുടെ കുരുമുളക് ചേർത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ എരിവൊക്കെ ഒരുപാട് ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് വരെ ചേർക്കാം. അതിൽ കൂടുതൽ ചേർക്കരുത് കേട്ടോ. കാരണം കുരുമുളകിൻ്റെ സ്മെല്ല് ഈ ചമ്മന്തി പൊടിയിൽ എടുത്തറിയുവാണെങ്കിൽ അത്ര സുഖമല്ല. അപ്പോൾ എരിവ് വേണം. കുരുമുളകിൻ്റെ ജസ്റ്റ് ഒരു ലൈറ്റ് ഇത് പ്രസൻസ് മതി. ഞാൻ കുറച്ച് കരിവേപ്പില കൂടി ആഡ് ചെയ്യുകയാണ്. കരിവേപ്പില ഇതിൽ കിടന്ന് വഴണ്ട് നല്ല ക്രിസ്പിയായിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വറുത്ത് വന്നു കഴിയുമ്പോൾ പൊടിക്കാം. ഇത് വറക്കാനായിട്ട് നമ്മളെടുത്തിരിക്കുന്ന പാത്രത്തിനടിയിലെങ്ങാനും തേങ്ങ പിടിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു നുള്ളു വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ഒരു ശകലം വെളിച്ചെണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം, അടിയിലങ്ങ് ഒട്ടിപ്പിടിക്കാതെ. തേങ്ങയിൽ ഓൾറെഡി വെളിച്ചെണ്ണ ഉണ്ട്, അപ്പം നമുക്ക് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ. ഇതിൻ്റെ ഓരോ സ്റ്റേജിലും ഓരോ ടിപ്സുണ്ട്, അത് ഒന്ന് പറഞ്ഞു തരാം.
നമ്മൾ എല്ലാ സാധനങ്ങളും ആഡ് ചെയ്തു. അപ്പോൾ ഇത് ഇനി ചെയ്യേണ്ട നമ്മളൊരു കാര്യം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈവനായിട്ട് ഒരേപോലെ നമ്മൾ തീയലിനൊക്കെ വറുത്തെടുക്കുന്നത് പോലെ നല്ല ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കണം. തേങ്ങയോ മുളകോ ഇതിൽ ചേർത്തിരിക്കുന്ന ഒരു സാധനവും കരിഞ്ഞു പോകാൻ ഇടയാകരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു വലിയ പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം ചിലവെടുത്ത് വേണം ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ. അതല്ലാതെ ഇതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. തേങ്ങ തിരുമുന്ന ബുദ്ധിമുട്ടും ഇത് വറുത്തെടുക്കുന്ന ബുദ്ധിമുട്ടും അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ തേങ്ങ തിരുമാൻ ഒത്തിരി ബുദ്ധിമുട്ടിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തേങ്ങ പൊട്ടിച്ചെടുത്തു. എന്നിട്ട് തിരുമാൻ നിൽക്കാതെ ഞാനത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ക്രഷ് ചെയ്തെടുത്തു മിക്സിയിൽ. അപ്പോൾ അത് നല്ല തിരുമിയ തേങ്ങ പോലെ ആയി കിട്ടി. അപ്പോൾ നമുക്കത് കുറച്ച് ടൈമും ഒക്കെ സേവ് ചെയ്യാനും ഈസിയായി, കൈയുടെ വേദനയൊന്നും ഇല്ലാതിരിക്കാനും കുറച്ച് ഈസിയാവും അങ്ങനെ ചെയ്താൽ. ഇതൊരു ടിപ്സായി. ഇതിന് വറക്കാൻ ഇച്ചിരി കൈ നമ്മുടെ കഴിക്കും. അത് വറക്കുമ്പോൾ അത് ഒരേ ലെവലിൽ വറുത്തെടുക്കാതെ പറ്റത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് ബ്രൗൺ കളറിൽ വറുത്തെടുത്തിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ എനിക്കൊരു കറക്റ്റ് 40 മിനിറ്റ് എടുത്തു ഇത് ഈവനായിട്ട് ഇങ്ങനെ വറുത്തെടുക്കാൻ. നോക്കിക്കാട്ടെ, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇത് ഉരുളി ഭയങ്കര ചൂടാണിപ്പോൾ. അപ്പോൾ ഇതിൽ ഒരു 10 മിനിറ്റും കൂടെ ഇങ്ങനെ ഇതിൽ നമുക്ക് വറുത്തോണ്ടിരിക്കാൻ കൈവിടാതെ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. എന്നിട്ട് ഒരു പ്ലേറ്റിലോട്ടെങ്ങാനും പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അല്ലെങ്കിൽ പാനിൻ്റെ ചൂട് കൊണ്ട് ഇത് കൂടുതൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ഉരുളിയിൽ നിന്ന് ഇത് മാറ്റിയില്ല. കാരണം ഒരു ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൂടി ഞാൻ ഈ ഉരുളിയിൽ തന്നെ ഇട്ട് വറുത്തെടുക്കും. ഇപ്പോൾ ഉരുളി ഒരുവിധം തണുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു പ്ലേറ്റിലോട്ടൊന്നും ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമില്ല. ഇത് കരിഞ്ഞു പോകത്തില്ല. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ കൂടെ പൊടിക്കുന്ന സമയത്ത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ അല്ല, ഒരു നാരങ്ങ വലിപ്പത്തിൽ, നെല്ലിക്ക വലിപ്പത്തിലും അല്ല, ഒരു നാരങ്ങ വലിപ്പത്തിൽ നമ്മൾ പിഴുപുളി ചേർക്കണം. പിഴുപുളി ചേർക്കുന്നതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി നമുക്കിതിൻ്റെ കൂടെ തന്നെയാണ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം, അങ്ങ് ഒരുപാട് തണുക്കണ്ട, ചെറിയ ചൂടുണ്ടെങ്കിൽ നല്ലതാണ് പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഒത്തിരി തണുത്ത് കഴിയുമ്പോൾ ചിലപ്പം നമുക്ക് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് പൊടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. അപ്പം ക്രിസ്പി ആയിട്ട് പൊടിച്ചെടുക്കണമെങ്കിൽ ഒരു ചെറു ചൂട് നിന്നോട്ടെ. ഇനി പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് കുറേശ്ശെ പൊടിച്ചെടുക്കാം. ഒന്നിച്ചിട്ട് ഒരു ജാറിൽ പൊടിച്ചെടുക്കരുത്. നമുക്കിത് ഒരു പൗഡറായിട്ട് അരച്ചെടുക്കണം. അപ്പം ഇത് കുറേ നേരം ഇട്ട് കറക്കരുത്. മിക്സിയിൽ കുറേ നേരം അങ്ങ് അരച്ച് എടുക്കരുത്. ഇത് അടിച്ചെടുക്കുമ്പോൾ 1-2 പ്രാവശ്യം തുറന്ന് നോക്കുക, ഒരു കുറേശ്ശെ ഒന്ന് അടിച്ചിട്ട്. അപ്പോൾ ഇത് പൗഡർ ഫോമിലായി കഴിയുമ്പോൾ നമുക്കിത് മാറ്റാം. പലപ്പോഴും പലരും ഈ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ എണ്ണയെല്ലാം പുറത്ത് വന്നിട്ട് കുഴമ്പ് പരുവത്തിൽ ആയി പോകാറുണ്ട്. അതിൻ്റെ കാരണം കുറേയേറെ ഒന്നിച്ചിട്ട് കുറേ നേരം അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ടിപ്സ്. എല്ലാ പ്രാവശ്യവും നമ്മൾ അരയ്ക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചേറെ തേങ്ങയുണ്ടല്ലോ. ഞാനിപ്പോൾ ഒരു ശകലം പുളി മിക്സ് ചെയ്തു, ഒരല്പം ഉപ്പ് മിക്സ് ചെയ്തു. ഉപ്പ് ഒരുപാട് ഇടുന്നില്ല, ആവശ്യത്തിനുള്ള ഉപ്പ് ഓരോ പാർട്ടും നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇടാം. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ പാർട്ട് പൊടിച്ചെടുത്തു കാണിക്കാം. ഇതാണ് കറക്റ്റ് പരുവം. കണ്ടില്ലേ? ഇതിനടിയിലെങ്ങും എണ്ണ വിട്ടിട്ടില്ല. കുറേ നേരം ഇട്ട് അടിക്കരുത് അങ്ങ് കണ്ടിന്യൂസ്ലി. ഒരു മിനിറ്റ് ഒന്ന് അടിച്ചിട്ട് നിർത്തുക, പിന്നെ 1 മിനിറ്റ് ഒന്ന് അടിക്കുക. 1 മിനിറ്റും വേണ്ട, 30 സെക്കൻഡ് ഒന്ന് അടിച്ചിട്ട് നിർത്തുക. അപ്പോൾ അങ്ങനെ നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ എണ്ണ റിലീസാകാതെ പെർഫെക്റ്റ് ചമ്മന്തി പൊടി ഇതേക്ക് അരക്കിയിട്ട് ഇങ്ങനെ ബാക്കി കംപ്ലീറ്റ് ഇതും നമുക്ക് തേങ്ങയും പൊടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇടിച്ചമ്മന്തി അല്ലെ പൊടി റെഡിയായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഫുൾ ബോൾ നിറച്ചുണ്ട്. ഇനിയുമുണ്ട്, ഒരു പാർട്ട് കൂടെ ഞാൻ എടുത്തത്. അപ്പോൾ ഇത്രയും ബാക്കി ഇനിയുമുണ്ട്. അപ്പോൾ അത് ആ ഒരു ബോളിൽ കൊള്ളുന്നില്ല. ഒരു 3 തേങ്ങ എടുത്തപ്പോൾ ഇത്രയേറെ ചമ്മന്തിപ്പൊടി കിട്ടി. അപ്പോൾ അതൊരു കണക്ക് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഒരു 3 തേങ്ങ എടുത്തപ്പോൾ ഇത്രയേറെ ചമ്മന്തിപ്പൊടി കിട്ടി. ഇത് ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് അരച്ചെടുത്തതാണ്. നല്ല പൗഡറായിട്ട് കിടക്കുവാണ്. ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഈ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത് കറികളൊന്നുമില്ല, നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് വിശക്കുന്നുണ്ടെങ്കിൽ ചോറ് മാത്രം മതി. നമ്മുടെ മല്ലൂസിൻ്റെ എല്ലാം ഫേവറേറ്റായ നമ്മുടെ ചമ്മന്തിപ്പൊടി അല്ലെ ഇടിച്ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇടിച്ചമ്മന്തി എന്നും പറയും ചിലരൊക്കെ ഇതിന്, ചില നാട്ടിലോട്ടോ. നമ്മളിതിന് ചമ്മന്തിപ്പൊടി എന്ന് പറയും, ചിലർ പൊടിച്ചമ്മന്തി എന്നും പറയും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് ആ
ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അഗെയിൻ പ്രസ് ചെയ്യരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ഈറ്റ് ഹെൽതി, സ്റ്റേ ഹെൽതി. താങ്ക് യു.